നമസ്കാരം. ആശുപത്രി സേവകർ ജീവൻ സംരക്ഷിക്കുന്നവർ എന്ന ലേബൽ മാറ്റി ജീവൻ എടുക്കുന്നവർ എന്നതിലേക്ക് എത്തുകയാണ്. സർക്കാർ ശമ്പളം വാങ്ങിക്കൊണ്ട് സേവനം നടത്തുന്നവരാണ് ഇത്തരത്തിൽ കണ്ണിൽ ചോരയില്ലാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് വിരോധാഭാസം. അതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്ത. ചികിത്സ നിഷേധിച്ച ഇതര സംസ്ഥാന തൊഴിലാളി ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ഈ അതിദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത രോഗിയാണ് തൊട്ടടുത്ത ആശുപത്രി ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നത്. കൂട്ടിരിക്കാൻ ആരുമില്ലാത്തതിനാൽ ആശുപത്രിയിലെത്താൻ സാധിക്കാതെയാണ് ഇതര സംസ്ഥാന തൊഴിലാളി മരണത്തിന് കീഴടങ്ങിയത്. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവശനിലയിൽ കണ്ടെത്തിയ ഇയാളെ അഗ്നിരക്ഷാ സേനയാണ് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നത്. കാലിലുണ്ടായ പൊട്ടലിനെ തുടർന്ന് അവശനിലയിലായിരുന്ന ഇയാൾ മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ പരിശോധിച്ച് വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് ഇയാളെ റഫർ ചെയ്തു. എന്നാൽ ജില്ലാ ആശുപത്രിയിൽ ആംബുലൻസ് ലഭിച്ചില്ല. 108 ആംബുലൻസിൽ വിളിച്ചുവെങ്കിലും കൂട്ടിരിപ്പുകാരില്ലാത്തതിനാൽ ആ കാരണം പറഞ്ഞുകൊണ്ട് ഈ രോഗിയെ കയറാൻ ഡ്രൈവർ അനുവദിച്ചുമില്ല. ഇതോടെ ഇയാൾ ജില്ലാ ആശുപത്രിയിലേക്ക് തിരികെ പോയെങ്കിലും സുരക്ഷാ ജീവനക്കാർ തടയുകയാണ് ഉണ്ടായത്. മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത ആളെ അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കില്ല എന്നതായിരുന്നു സെക്യൂരിറ്റിക്കാരുടെയും പോലീസുകാരന്റെയും മറുപടി. ചക്ര കസേരയിൽ നിന്ന് ഇയാളെ നിർബന്ധപൂർവ്വം ഇറക്കി വിടുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കവേ ഇയാൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഇതിന്റെ ദൃക്സാക്ഷികൾ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിവരം. സംഭവത്തിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആയ സംസ്ഥാനമാണ് കേരളം എന്ന് അവകാശപ്പെടുന്ന നാട്ടിലാണ് ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നവർ കേരളത്തിൽ അടിമത്തൊഴിൽ ചെയ്യാൻ വന്നവരല്ല, മറിച്ച് ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാൻ വരുന്നവരാണ്. അവരെയാണ് ഇത്തരത്തിൽ കണ്ണിൽ ചോരയില്ലാത്ത തരത്തിൽ സ്വീകരിച്ച് ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. കിടപ്പ് രോഗികൾക്ക് ദിവസവും പൊതിച്ചോറ് നൽകുന്ന സഖാക്കന്മാരുടെ പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന നാട്ടിലാണ് ഇത്തരത്തിൽ ഒരു ക്രൂരത നടന്നിരിക്കുന്നത് എന്നതും ആ ക്രൂരത ചോദ്യം ചെയ്യാനോ സംഭവത്തിൽ പ്രതികരിക്കാനോ ഒരുത്തൻ പോലും തയ്യാറായിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. ഇതിനു മുമ്പും ഇതേ രീതിയിലുള്ള സംഭവങ്ങളും നടപടികളും ഒട്ടനവധി നടന്നിട്ടുണ്ട്. പണമില്ല എന്ന് പറഞ്ഞ് പലരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നടന്നതെങ്കിൽ അത് കേൾക്കുമ്പോൾ മനസ്സ് മടുക്കുമെങ്കിൽ പോലും അവർക്ക് പണമാണ് പ്രധാനം എന്ന കാരണത്താൽ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്ന് നമുക്ക് മനസ്സിൽ കരുതാം. എന്നാൽ ഇത് നടന്നിരിക്കുന്നത് ഒരു സർക്കാർ ഹോസ്പിറ്റലിലാണ്, പൊതുജനങ്ങൾക്ക് ആശ്വാസമാകേണ്ടുന്ന സർക്കാർ ആശുപത്രികളിൽ. ഇനിയും ഇത്ര നീചമായിട്ടുള്ള പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാൻ ഇവിടുത്തെ സർക്കാർ തന്നെ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി മറുപടി പറയേണ്ടിയിരിക്കുന്നു.